ശ്രീ രാജൻ ജെ പല്ലൻ. സർ, തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഈ സബ്മിഷൻ ഞാൻ അവതരിപ്പിക്കുന്നത്. 19/9/2025 KSRTC കെട്ടിടം പൊളിച്ചു കളഞ്ഞു. 6/3/2026 അവിടെ KSRTC കെട്ടിടം പണിയുന്നതിന് വേണ്ടി തറക്കല്ലിട്ടു. സർ, നിയമപ്രകാരമുള്ള AS സാങ്കേതിക തടസ്സമായി നിൽക്കുകയാണ്. TS ലഭിച്ചിട്ടില്ല, ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെയാണ് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് 9 മാസങ്ങൾക്ക് മുമ്പ് ആ കെട്ടിടം പൊളിച്ചു കളഞ്ഞത്. സർ, അവിടുത്തെ ശോചനീയാവസ്ഥ എന്ന് പറയുന്നത് അവിടെ ക്യാൻറ്റീൻ നടത്തിയിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പണം മുടക്കി ഒരു ഷീറ്റ് ഇട്ട സ്ഥലത്താണ് സാർ അവിടെ യാത്രക്കാർ നിൽക്കുന്നത്. ഇതുവരെ ടെൻഡർ വിളിച്ചിട്ടില്ല, ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അടിയന്തരമായി 3 ഏക്കർ 22 സെന്റ് സ്ഥലമാണ് അവിടെ ഉള്ളത്. അടിയന്തരമായിട്ട് നടപടികൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ യാത്രക്കാർക്ക് 9 മാസമായി വെയിലത്തും മഴയത്തുമാണ് യാത്രക്കാർ നിൽക്കുന്നത്. വളരെ ശോചനീയാവസ്ഥയാണ് തൃശ്ശൂർ KSRTCയുടെ അവസ്ഥ. സാർ, അവിടെ 3 ഏക്കർ 22 സെന്റ് സ്ഥലത്ത് മധ്യത്തിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു പമ്പ് വെച്ചിട്ടുണ്ട്. ആ പമ്പ് വെച്ചതുകൊണ്ട് തന്നെ, പെട്രോൾ പമ്പ് വെച്ചതുകൊണ്ട് തന്നെ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നല്ലൊരു പ്ലാൻ വരയ്ക്കാനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ വരച്ചിട്ടുള്ള പ്ലാൻ പുനർപരിശോധിക്കുകയും KSRTCക്ക് വരുമാനം കിട്ടുന്ന രീതിയിൽ അവിടെ ഷോപ്പ് റൂമുകളൊക്കെ പടന്ന് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും 2 ഷോപ്പ് റൂമുകൾക്ക് മാത്രമാണ് ഈ പ്ലാനിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് പ്ലാനും കൂടി ഒന്ന് പുനർപരിശോധിച്ച് മന്ത്രി സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സബ്മിഷൻ. ഗതാഗത വകുപ്പ് മന്ത്രി. സാർ, ഇതൊരു വളരെ വിചിത്രവും എന്നാൽ അതേതരം വളരെ ഗൗരവമായിട്ടുള്ളൊരു പ്രശ്നമാണ്. കേരളത്തിലെ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പോയും ബസ് സ്റ്റാൻഡുമാണല്ലോ തൃശ്ശൂർ ബസ് സ്റ്റാൻഡ്. പക്ഷേ അവിടെ ഒരു സാങ്കേതിക പ്രശ്നത്തിൻ്റെ പുറത്താണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. മുൻ സർക്കാരിൻ്റെ കാലത്ത് നവകേരള സദസ്സിൻ്റെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അംഗീകരിച്ച 868 കോടി രൂപയുടെ പദ്ധതികളിൽ ഡിപ്പോ നവീകരണം എന്ന പ്രവൃത്തിയും ഉൾപ്പെട്ടിരുന്നു. ഈ പദ്ധതി പൊതുമരാമത്ത് വകുപ്പ് മുഖേന നിർവഹിക്കുന്നതിന് 7 കോടി രൂപയുടെ ഭരണാനുമതി 29/1/26 ജിയോ അനുസരിച്ച് നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രസ്തുത പ്രവൃത്തിക്കായി ഭരണാനുമതി നൽകിയ ശീർഷകം അത് ഒരു കൺഫ്യൂഷനായിപ്പോയി. അതാണ് ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ശീർഷകം പ്രൈസ് സോഫ്റ്റ്വെയർ മുഖേന മാപ്പ് ചെയ്യുവാൻ പൊതുമരാമത്ത് വകുപ്പിന് കഴിയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം സങ്കീർണമായിട്ടുള്ളത്. എന്തായാലും അത് വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് അവിടെ സ്ഥലം സന്ദർശിക്കുന്നതാണ്. മാത്രമല്ല, ഇപ്പോൾ വരാൻ പോകുന്ന നമ്മുടെ ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ് കമ്മിറ്റി MLA-മാരുടെ അധ്യക്ഷതയിൽ വരും. ആ കാര്യത്തിൽ മിനിസ്റ്റർ എന്ന രീതിയിൽ ഞാനിവിടെ പോകുന്നതാണ്. പ്രശ്നം പരിഹരിക്കും.